പ്യുവർ ഓർഗൻസാസിനകത്ത് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ. നമ്മളിപ്പോൾ കണ്ടത് മാത്രമല്ല കേട്ടോ, ഇനിയും വരുന്നുണ്ട് അതിനകത്ത്. ഫ്യൂ മോർ ലുക്സ് വി ഹാവ് ഗോട്ട് ഫോർ യു. ആൻഡ് ഇതെല്ലാം ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഡിസൈനർ സാരിയുടെ അതേ ഒരു ലുക്കിൽ തന്നെ. ആക്ച്വലി ദിസ് ഇസ് ഡിസൈനർ സാരീസ്, യുണീക്ക് പീസസ് ആണ്, ഭയങ്കര രസമുണ്ട്. ആൻഡ് വാട്ട് മേക്സ് ദിസ് സാരി really different is the combination, the blouse paired with it. അപ്പോൾ നമ്മളിതിനകത്ത് മെഷീൻ എംബ്രോയിഡറിക്ക് അത് really replicated hand stitches എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പോയിന്റ് എംബ്രോയിഡറിയും വളരെ ലൈറ്റായിട്ട് വന്നിരിക്കുന്ന വാട്ടർ ഗോൾഡ് മൈക്രോ സീക്വൻസ്. ഇറ്റ്സ് വെരി സട്ടിൽ, യു കെ നോട്ട് ഫിഗർ ഇറ്റ് ഔട്ട് അൺലെസ് യു ലുക്ക് ക്ലോസർ. പക്ഷേ ഇറ്റ് ഗീവ്സ് ദ ഡിഫറൻസ് ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് യു കെൻ സീ ഹൗ ഇറ്റ് ലൈറ്റ്സ് അപ്പ് ഡിഫറെൻ്റ്ലി. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ചന്തേരി ബേസിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മോട്ടീഫ് ആൻഡ് ഡിസൈനർ മോട്ടീഫ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ട്രഡീഷണൽ മോട്ടീഫ്, ഇറ്റ്സ് നോട്ട് എ ഡിസൈനർ മോട്ടീഫ് ടു ഇറ്റ്. ആൻഡ് എ ബ്യൂട്ടിഫുള്ളി പെയർഡ് ബ്ലൗസ് ഓൾസോ. ലൈറ്റ് ഗോൾഡിനകത്ത് വന്നിരിക്കുന്ന വീഫ് പാറ്റേൺസ്, റീഫ് പാറ്റേണും ചന്തേരി ബ്ലൗസും ഓർഗൻസയിലെ പെയിൻറ്റഡ് ലുക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 ടോണിൽ പെയിൻറ്റിങ്ങും കൂടെ അത് ഹാൻഡ് പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്, അതും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് സാരി. And the next one is also absolutely stunning. That's got a beautiful blue shade, ഒരു ടസറിന്റെ മെറ്റാലിക്കിനകത്ത് വന്നിട്ടുണ്ട്. And the next one is also got a beautiful designer blouse. This is a printed saree, shaded ആയിട്ടുള്ള ഒരു printed design ആണ് വന്നിരിക്കുന്നത്. So if you look at it, upper portion ഒരു shade വരുന്നുണ്ട്, light pink വരുന്നുണ്ട്, and then towards the edge it's like a sunset orange shade. It's a beautiful color. And floral design without border ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിൻസ് വന്നിരിക്കുന്നത്. ആണ് ബ്യൂട്ടിഫുൾ പല്ലി. അതായത് ഭയങ്കര ഫൈൻ ആയിട്ടുള്ള കോട്ടൺ ത്രെഡ്. സാധാരണ നമ്മൾ സിൽക്ക് ത്രെഡ്സിലാണ് ഇത്രയും ഫൈൻ ഡീറ്റെയിലിംഗ് കാണാറുള്ളത്, അത് കോട്ടൺ ത്രെഡ്സിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രിൻറ്റഡ് ഓവർ ഇറ്റ്. അപ്പോൾ തന്നെ യു കെൻ സീ ദ വൈറ്റ് ത്രെഡ്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്, കോട്ടൺ വൈറ്റ് ത്രെഡ്. ആൻഡ് ദ പ്രിൻറ്റ് ഓവർ ഇറ്റ്സ് ഓൾസോ പിക്ഡ് അപ്പ്. ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ ഭയങ്കര ഫൈനായിട്ട് ചെയ്തേക്കുന്ന വർക്കാണ്. അത് ബ്ലൗസ് മേക്സ് ഓൾ ദി ഡിഫറൻസ്. ആൻഡ് ഇതാണ് എൻ്റെ ഒരു ലുക്ക് വരുന്നത്. നല്ല ഭംഗിക്കാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കാർഡ്സ് കളിക്കുന്നവർക്ക് സയൻസ് അറിയാമെങ്കിൽ ക്ലാവ് അത് ആ ലുക്കിലാണ് വന്നിരിക്കുന്നത്. അത് അതുപോലെയാണ് അതിൻ്റെ ഈ പാറ്റേൺ ആണ് അത് വന്നിരിക്കുന്നത്. വിത്ത് ഡോട്ടഡ് പാറ്റേൺസ് ലൈൻസിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പീച്ചി ഷെയ്ഡിലാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ലുക്കാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ഓൾഡ് ലുക്ക്. അതിനകത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള പല്ലുവിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ടായിരുന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ യു കെൻ സീ ഇറ്റ്സ് ലൈക്ക് ഡിയാൻ കട്ട് വർക്ക് പോലെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത്. ആൻഡ് ദീസ് ആർ ഓൾ ഹാൻഡ് ആൻഡ് എംബ്രോയിഡറി. ഇറ്റ്സ് ടു ഫൈൻ ആക്ച്വലി. ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് പ്രിൻറ്റഡ് ഓവർ ആണ്. ആൻഡ് ദിസ് ഇസ് ദി ഫ്ലോറൽ ഡിസൈൻസ് ഓൺ ദ ബോഡി. റിയലി ഇഫ് യു വാണ്ട് ടു ലുക്ക് യൂണീക്ക്, something you should go for. And this is the blouse, printed with 2 tones വന്നിട്ടുള്ള zari pattern. ഒരു യെല്ലോയിഷ് ടിൻറ്റും സിൽവറി ടിൻറ്റും ആയിട്ടാണ് ഗോൾഡ് zari pattern എന്ന് പറയുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ആണ്. ആൻഡ് ആ ബ്ലൗസൊക്കെ നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസിനോട് വേറെ ഉണ്ട്. ലൈറ്റ് പിങ്ക്, ഇറ്റ്സ് ലൈക്ക് എ ഫ്ലവർ. ഓക്കെ, നമുക്ക് ഇത് ആ ഒരു യെല്ലോ ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷൻ ചെമ്പകത്തിലാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് യെല്ലോ ആണ് കൂടുതലാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. So this is the next saree. And I think the next one is a simpler look. പക്ഷേ അതിനകത്ത് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഓർഗൻസ ആൻഡ് ബോർഡർ പാറ്റേണിൽ തിക്ലി വോണായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. So this is the it's a beautiful saree. Something that we should actually, saree lovers ഒക്കെ ആണെന്നുണ്ടെങ്കിൽ we can actually collect and keep it. It's really pretty. The youngsters-നൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോ ഒക്കേഷനൊക്കെ വരുമ്പോഴത്തേക്ക്, കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക്. ആൻഡ് ലുക്ക് അറ്റ് ദ ഫൈൻ ഡീറ്റെയിലിംഗ് ഓഫ് ദറ്റ് വർക്ക്. ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറി സിൽക്ക് യാൻസ് യൂസ് ചെയ്തിട്ട് ഇറ്റ്സ് വെരി പ്രിറ്റി. ഇറ്റ്സ് ടു പ്രിറ്റി. അതുകൊണ്ട്
ഉടുക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അത്ര ഭംഗിയുള്ള കളറും ഒക്കെ അതുപോലെ തന്നെയാണ്. സ്കാറ്റേഡ് ആയിട്ടുള്ള വർക്ക്, സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലോറൽ ബാൻഡസ് ആൻഡ് ഇത് നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു ബോർഡർ പാറ്റേൺ, ഹിൻ ബോർഡർ സെറിയിൽ മൾട്ടി ടോണലായിട്ട് വന്നിരിക്കുന്നത് സെറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ലോ ബോർഡറിൻ്റെ അവിടെയാണ് തിക്ലി വോവൺ ആയിട്ടുള്ള സീക്വൻസ് വന്നിരിക്കുന്നത്. പല്ലു വരയ്ക്കും കണ്ടിന്യൂസ് ആയിട്ട്. End of the pallu is similar to a chanderi and it's very pretty. And in the blouse. Wow, what a beautiful combination. A light pastel green in the code and lilac shade ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് വർക്ക് വന്നിട്ടുണ്ട്. എംബ്രോയിഡർഡ് ബ്ലൗസ്, സ്ലീവ്സിൽ കൊടുക്കാനായിട്ട് വർക്ക് വന്നിട്ടുണ്ട് 2 പാനലായിട്ട്. And the next one is a classy pattern. So this is very classy. Idinagathu we have surprise waiting inside. There's the blouses again, so chanderi with Banarasi florals. ഈ സാരീസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് വീട്ടിൽ എത്ര ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ഞാൻ വിചാരിക്കുന്നത്. And it's got a peach and the onion pink combined with it. This is the look. So such a beautiful collection. I think I've taken too long to describe how beautiful all the sarees are. But definitely you have to check it out. Amanda Women's Sale is happening. You can visit our stores and see all these beautiful pieces and get yours. സാരീസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ സാരീസ്? സാരീസ് ഉടുക്കാനും അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഉടുത്തവരെ കാണാനും ഇഷ്ടമുള്ളവർക്ക് ഈ പേജ് ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർ ലൂമിൽ ചെയ്തെടുത്തേക്കുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സാരിയുടെ ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ടെസർ സാരീസിൻ്റെയാണ് ഓർമ്മ വരുന്നത്. ജൂട്ട് സാരീസിൻ്റെയും ടെസർ സാരീസിൻ്റെയും അതേ ഒരു ടെക്സ്ചർ ഫിനിഷിങ് പവർ ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കാണാറുള്ള സ്കാലപ്പ് ഡിസൈൻസ് അതായത് ആർക്ക് ഷേപ്പിലാണ് വരാറുള്ളത്. ഇതിപ്പോൾ ഒരു 6 പാറ്റേണിലാണ് നമ്മൾ ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് പോയിന്റ് എംബ്രോയിഡറിയുടെ ഫ്ലോറൽ ഡീറ്റെയിൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലോസറിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ഗ്രേയുടെ കൂടെ തന്നെ ഗ്രേ കളറിൽ ജെറി ത്രെഡും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സട്ടിലായിട്ടുള്ളൊരു ഹൈലൈറ്റഡ് പാറ്റേണും അതിനകത്ത് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സാരി ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാൽ ഒപ്പേക്ക് ആണ്, ഇച്ചിരി ട്രാൻസ്പെറൻറ്റും ആണ്. ഒത്തിരി തിന്നാണ് സാരി, പക്ഷെ നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്ത് പെയർ ചെയ്യാനെന്നുള്ളതാണ്. 1 ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. പല്ലിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ ബോഡിയിൽ ഇതേപോലത്തെ ബൂട്ട ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഫുൾ സാരിയിൽ ഇതുപോലത്തെ ബൂട്ട ഡീറ്റെയിലിംഗ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി കളേഴ്സ് കണ്ടാലോ. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. സെക്കൻഡ് കളർ വരുന്നത് ഒരു എന്ത് കളർ എന്ന് പറയണം, ഇതിൻ്റെ കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് പാലറ്റ് ആണ് കേട്ടോ. അതാണ് എൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡാണ്. അതും അതേപോലെ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഈ കളേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അമ്മച്ചിമാരുടെ കളേഴ്സിനാണ്. അമ്മമാർക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അമ്മച്ചിമാർക്കൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഈസ്റ്ററൊക്കെ വരുമല്ലേ, അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ അമ്മമാർക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം മോളുടെ കൊച്ചുമക്കളുടെ കല്യാണത്തിനൊക്കെ അമ്മച്ചിമാർക്ക് കൊടുക്കണം. ഇച്ചിരി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് എന്നാൽ ഒത്തിരി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാത്ത സാരീസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ. ഇതാണ് എൻ്റെ ഒരു ബേജ് ബ്രൗൺ കളർ. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് ഏകദേശം ഒരു ഗ്രീൻ സിൽക്കിൻ്റെ ആ ഒരു ലുക്കാട്ടോ ഈ ഫാബ്രിക്കിന് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. അപ്പർ പോർഷനിൽ 2 മീറ്ററാണ് ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ബാക്കിൽ നിന്ന് ജസ്റ്റ് കവർ ചെയ്ത് വരുന്ന പോലെ ഡോവറിന് ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പല്ലിൻ്റെ ഡീറ്റെയിലിംഗ്. ഇതൊരു ഡിജിറ്റൽ പ്രിൻ്റഡ് ഇഫക്റ്റ് ആണ് ഈ ഫാബ്രിക്കിന് വന്നിരിക്കുന്നത്. ഉൾവശത്ത് ഒരു വൈറ്റ് പ്രിൻ്റ്, പുറത്ത് ആ ഒരു കളർ ടോണിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്. YNG 159 ആണ് എൻ്റെ കോഡ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഓണിയൻ പിങ്കിൻ്റെ തന്നെ ലൈറ്റ് പാലറ്റിൽ വന്നിരിക്കുന്ന കളർ ഷെയ്ഡാണ് എൻ്റെ കളർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് YNG 153 ആണ്. മാർച്ച് മാസത്തിൽ തന്നെയാണ് ഈ കളക്ഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പ്രൈസിൻ്റെ കൂടെ തന്നെ 10% ഡിസ്കൗണ്ട് അവൈലബിൾ ആക്കി. അപ്പം ഈ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് www.aham.store. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാനുണ്ടല്ലോ ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ നമ്മളെ കാണുമ്പോഴും നമ്മുടെ കളേഴ്സ് കാണുമ്പോഴും ഭയങ്കര രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതുണ്ടോ, ഇന്ന് യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഡിസൈനർ സാരീസ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഷിഫോൺ ഫാബ്രിക്കിനകത്ത് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഇന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത്.
നമുക്ക് ആ കളക്ഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ലൈലാക്ക് ഷെയ്ഡാണ്. എൻ പോർഷനിൽ സീക്വൻസിൻ്റെ ടിക്കി വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ലൈലാക്ക് ഷെയ്ഡ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ടീൽ കളറാണ്. ടീൽ കളറിലും അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിക്കി വർക്കിൻ്റെ ഒക്കെ ഇതുണ്ട്. വർക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര രസമായിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് എല്ലാ കളർ ടോണിലുള്ളവർക്കും പറ്റുന്ന നല്ല കളേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ട് സ്റ്റോൺ വർക്ക്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വന്നേക്കുന്നത് ഗോൾഡൻ യെല്ലോ കളർ. ഫേസിന് നല്ലൊരു റിച്ച്നെസ് തോന്നും. നമ്മളെല്ലാവരും സെൽഫീസ് എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് അല്ല നോക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സും അതുപോലെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് ക്യാമിൽ നിന്ന് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ കളേഴ്സിൻ്റെ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ലുക്ക് നോർമൽ ക്യാമറയിൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കളറിൻ്റെ നേരെയുള്ള ലുക്കാണ്. ഫുൾ ത്രൂ ഔട്ട് ദ ഷിഫോൺ സാരിക്കകത്ത് നമ്മൾ ലൈൻ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. വെർട്ടിക്കലായിട്ടുള്ള ലൈൻ പാറ്റേണില്ല, കിലോമീറ്റേഴ്സിനാണ് അതിൻ്റെ കാരിഗേഴ്സ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് ലൈൻ വന്നേക്കുന്നത്. അതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. 3 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് പോയിൻ്റ് എംബ്രോയിഡറി പാറ്റേൺ, ഒന്ന് നമ്മുടെ ഹെറിംഗ് ബോൺ പാറ്റേൺ, പിന്നെ സീക്വൻസ് കവർ ചെയ്തിട്ടുള്ള ബഡ് ആൻഡ് ഹെറിംഗ് ബോൺ പാറ്റേൺ. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നേക്കുന്നത്. എല്ലാ കളേഴ്സിലും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് എൻഡ് പോർഷനകത്ത് നമ്മൾ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് പോലത്തെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു സ്കാലപ്പ് ഉണ്ട്, ഒത്തിരി കേർവ്ഡ് അല്ല. എന്നിട്ട് അവിടെ സീക്വൻസിൻ്റെ ടിക്കി വർക്കാണ് ചെയ്തേക്കുന്നത്. സീക്വൻസ് ഒട്ടിച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ ജെർക്കൻസും ഒട്ടിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സാരിയിൽ പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഈ ഒരു സ്റ്റിക്കർ വർക്ക്, അതായത് ഒട്ടിക്കുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത്. ദാൻ ഫുൾ ഇങ്ങനെ തന്നെയാട്ടോ വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ ബ്ലൗസ് പീസും എങ്ങനെയാണെന്ന് നമുക്ക് കാണണ്ടേ. പ്ലീറ്റ്സിൻ്റെ പോർഷൻ ഇതിനൊരു ഷിഫോൺ ആയത് കാരണം തന്നെ ഒരു ക്രഷ്ഡ് ഫീലിലാണ് അതിൻ്റെ ഇരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്ലെയിൻ ആയിട്ടുള്ള സെയിം ഫാബ്രിക്കിൽ തന്നെ ബ്ലൗസ് പീസ് വന്നിട്ട് ബ്ലൗസിൻ്റെ അറ്റത്തും നമ്മുടെ ബോർഡേഴ്സായിട്ട് വന്നേക്കുന്നത് സെയിം വർക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് DSA 116 എന്ന കോഡിൽ വന്നിട്ടുള്ള സാരിയാണ്. ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നത് ഇൻ ഹൗസിലുള്ള സാരിയാണ് കേട്ടോ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് കണ്ടോ. നമ്മൾ വീഡിയോസിനകത്ത് ഈ കളേഴ്സ് എല്ലാം കണ്ടായിരുന്നു ഫ്രണ്ട് ക്യാമിനകത്ത്. ഇത് നമ്മൾ ആ ലാസ്റ്റ് കണ്ട സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ പാലറ്റ്, അതേപോലെ തന്നെ അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെ ഡിസൈൻ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗോൾഡൻ യെല്ലോ കളർ. ഇതൊരു മോവ് പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. ഗോൾഡൻ യെല്ലോ ഷെയ്ഡും ഇതേപോലെ തന്നെ ഞാനിപ്പം മൾട്ടി ലെയറായിട്ട് വെച്ച് വേഗം കാണിച്ചു തരാം. ഇതുണ്ടോ, ആണ് എൻ്റെ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. ഭയങ്കര രസമായിരിക്കും കേട്ടോ ഉടുത്ത് കഴിയുമ്പം. ഇത്രയും തിക്കായിട്ട് അതിൻ്റെ കളർ വരത്തുമില്ല. ഇത് കണ്ടോ, ഇത്രയും ആയിട്ടാണ് അതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പം. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത്, അലീന ഈ സാരി അങ്ങ് എടുത്തോണേ. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നേക്കുന്നത് പീച്ച് ടോണാണ് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു ഫാബ്രിക്കിന് ഒരു ചെറിയ ഷിമ്മറി ഫിനിഷും ഉണ്ട്. നമ്മുടെ നേരത്തെ നമുക്ക് ടിഷ്യൂ സാരീസൊക്കെ ഇല്ലേ, ടിഷ്യൂ സാരീസിൻ്റെയൊക്കെ പോലത്തെ ഒരു ചെറിയ ഷിമ്മറി ഫിനിഷും ഈ സാരിക്ക് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ, പിങ്ക് പീച്ച് കളർ. ഇതൊക്കെ ഭയങ്കര എലിഗൻറ്റ് സട്ടിൽ സ്റ്റൈലിന് നല്ലൊരു ഓപ്ഷനാണ്. 4399 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഷിഫോൺ ആണെങ്കിൽ പോലും നമ്മുടെ ഷോളിന് യൂസ് ചെയ്യുന്ന ഷിഫോൺ ആ ഫാബ്രിക് അല്ല, അതിലും ഇച്ചിരിയും കൂടെ ഫൈനായിട്ട്. പിന്നെ ഇത് ഇതുപോലത്തെ ഈ സ്റ്റിക്കർ വർക്ക് ആയത് കാരണം ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് നോട്ട്സ് വരും. വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇത് ചെയ്താൽ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇതുണ്ടോ, ഗ്രീൻ എന്ന് പറഞ്ഞാലും നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് കേട്ടോ. ആ ഒരു മിൻറ്റിൻ്റെയും ഡസ്റ്റിയുടെയും കൂടെ മേർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രീനാണ്. ഇതിൻ്റെ എല്ലാത്തിനകത്തും ഒരേപോലെ തന്നെ വന്നിരിക്കുന്ന വർക്ക് ഡീറ്റെയിൽസ് ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ലൈലാക്ക് ടോണാണ് അല്ലേ. ലൈലാക്ക് ടോണാണ്. ലൈലാക്ക് ടോണും അതേപോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ പാലറ്റാണ്. അപ്പം ഇന്നത്തെ ഈ കളക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ ഇതിലേതെങ്കിലും മൾട്ടിപ്പിൾ കളേഴ്സ് നിങ്ങളുടെ ബ്രൈഡ്സ് മെയ്ഡ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിനോ ഒരേപോലെ വെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരേ ഡിസൈൻ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സിൽ വെയർ ചെയ്യാനും ഒക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. പാർട്ടി വെയറിനാണ് ഏറ്റവും നന്നായിട്ട് അനുയോജ്യമായിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക വെബ്സൈറ്റ് www.aham.store ആൻഡ് കോഡ് വന്നിരിക്കുന്നത് ISP 123 122. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 4399.